UDFിന്റെ കൺവെൻഷനിൽ എന്തുകൊണ്ട് പാണക്കാട് കുടുംബത്തിൽ നിന്ന് ഒരാൾ പങ്കെടുത്തില്ല? മലപ്പുറത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ലീഗിന് വളരെ ശക്തമായ ഒരു മണ്ഡലമാണെന്നിരിക്കെ അവിടുത്തെ UDFിന്റെ സ്ഥാനാർത്ഥിയുടെ കൺവെൻഷൻ ഉദ്ഘാടനത്തിന് പാണക്കാട് കുടുംബത്തിൽ നിന്ന് ഒരാൾ ഉണ്ടാവേണ്ടതല്ലേ? ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് കുടുംബത്തിൽ നിന്നാണ്, ജില്ലാ പ്രസിഡന്റും അവിടെ നിന്ന് തന്നെയാണ്. സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ ഇല്ല. സാദിഖ് അലി ശിഹാബ് തങ്ങൾ മക്കയിലാണ്, ഹജ്ജ് തീർത്ഥാടനത്തിനായിട്ട് പോയിരിക്കുകയാണ്. അതേസമയം ജില്ലാ പ്രസിഡന്റ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹം കേരളത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് തൃശ്ശൂരില് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചടങ്ങ് വന്നു. അതായത് സ്വന്തം മുന്നണിയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിൽ ഒരു അഭിമാന പോരാട്ടം നടക്കുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട എന്തോ ഒരു ചടങ്ങ് തൃശ്ശൂരിലുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ വരെ പോയി, തിരിച്ചെത്താൻ വൈകിപ്പോയി. അതുകൊണ്ടാണ് കൺവെൻഷന് വരാതിരുന്നത് എന്നാണ് UDFും ലീഗും ഒക്കെ അവകാശപ്പെടുന്നത്. പക്ഷെ UDFിനെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ വലിയ പണി എന്ത് കിട്ടാനാണ് എന്നാണ് LDF ചോദിക്കുന്നത്. നമ്മുടെ അൻവർ സാഹിബ്, അദ്ദേഹത്തിന്റെ ഭീഷണിക്ക് യാതൊരു കുറവില്ല കേട്ടോ. അദ്ദേഹം ഒരു പുതിയ മുന്നണി ഉണ്ടാക്കാൻ പോവുക. കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു പുതിയ മുന്നണി, ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി. ആം ആദ്മി പാർട്ടിയൊക്കെ അതിലുണ്ടെന്നാണ് ഇന്നലെ കേട്ടിരുന്നത്. രാവിലെ പത്രക്കടലാസ് നോക്കുമ്പം അതിനകത്തൊന്നും ആം ആദ്മി പാർട്ടിയെ കാണാനില്ല. ഇത് മൂന്നാം മുന്നണിയാണെന്ന് പറയുന്നു. അപ്പൊ ഇപ്പോൾ നിലവിലുള്ള മൂന്ന് മുന്നണികളോ? UDF ഉണ്ട്, LDF ഉണ്ട്, NDA ഉണ്ട്. അപ്പൊ എങ്ങനെ പുതിയൊരു മൂന്നാം മുന്നണി? നാലാം മുന്നണി എന്ന് മനസ്സിൽ ചിന്തിച്ചത് അങ്ങ് തെറ്റിപ്പോയതായിരിക്കും. നാലാം മുന്നണി എന്ന് വെച്ചോളൂ. പേരാണ് വിശേഷം, ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി. അപ്പൊ ഇത് ഭരണകക്ഷിയാകുമ്പോൾ ഈ പേര് മാറ്റേണ്ടി വരുമല്ലോ. അന്നേരം പിന്നെ ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഇപ്പൊ തന്നെ ആ തെറ്റൊന്ന് തിരുത്തി, അതായത് നമ്മൾ നാളെ അധികാരത്തിലെത്തുമ്പോൾ ഉപയോഗിക്കത്തക്ക പാകത്തിൽ ഒരു നല്ല പേരിടുന്നതായിരിക്കും ഭേദമെന്ന് തോന്നുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ മുന്നണി, പുതിയ മുന്നണി, ആം ആദ്മി പാർട്ടി അടക്കമുള്ള മുന്നണി വലിയ മാറ്റങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാൻ പോവുക. ഒറ്റ സംശയമേ ഉള്ളൂ, ആരായിരിക്കും മുന്നണി നയിക്കുക? രണ്ടും വലിയ പ്രധാനപ്പെട്ട ശക്തികളാണ്, ആം ആദ്മി പാർട്ടിയും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസും. അപ്പം തൃണമൂൽ കോൺഗ്രസിന്റെ കീഴിൽ ആം ആദ്മി പാർട്ടി നിൽക്കുമോ, അതോ ആം ആദ്മി പാർട്ടിയുടെ കീഴിൽ തൃണമൂൽ കോൺഗ്രസ് നിൽക്കുമോ? ഇതാണ് ഇപ്പൊ നമുക്ക് അറിയേണ്ട കാര്യം. എന്താണേലും മുന്നണി വരും, അതൊരു വലിയ സംഭവമാവുകയും ചെയ്യും. അതുപോലെ വേറെയും ഭീഷണിയുണ്ട്. മന്ത്രി റിയാസ് അടക്കമുള്ള ആളുകളെ കുറിച്ചുള്ള പല പല കാര്യങ്ങൾ കയ്യിലിരിക്കുക. ദൃശ്യങ്ങള്, വിഷ്വൽസ്, തെളിവുകൾ, ഇതെല്ലാം കയ്യിലിരിക്കുക. ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് റിയാസ് വൻതോതിൽ പണം പിരിച്ചെന്നും അതിനുവേണ്ടി കരാറുകാരുമായി സംസാരിക്കുന്നതിന്റെ ശബ്ദരേഖ അതൊക്കെ തന്റെ കയ്യിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ അൻവർ. അക്കൂട്ടത്തിൽ VD സതീശന്റെയും ആര്യാടൻ ഷൗക്കത്തിന്റെയും ഒക്കെ പേര് പറയുന്നുണ്ട്. ഇനി എന്നെ അപമാനിക്കുന്ന പരിപാടിയുമായിട്ട് മുന്നോട്ട് പോയാൽ ഞാൻ ഇതെല്ലാം കൂടെ നിലമ്പൂർ അങ്ങാടിയിൽ ഒരു ടെലിവിഷനിൽ ഇട്ട് നാട്ടുകാരെ കാണിക്കും എന്നാണ് പറയുന്നത്. എന്തിനാണ് അൻവർ സാഹിബ് ഈ നിലമ്പൂരിൽ മാത്രം കാണിക്കുന്നത്? ഏതെങ്കിലും ഒരു ടെലിവിഷൻ ചാനലിൽ നമ്മൾ പറഞ്ഞ ഇതൊക്കെ കൊടുക്കുന്ന ചാനലുകളുണ്ടല്ലോ, അതിലൊരെണ്ണത്തിൽ ഇതങ്ങിട്ട് കേരളം മുഴുവൻ കണ്ടോട്ടെന്നേ, അതല്ലേ നല്ലത്. പക്ഷേ ഇതൊന്നും വെറും സിമ്പിൾ കാര്യമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയണ്ട. ഇക്കാര്യത്തിൽ അഗ്രഗണ്യനാണ് നമ്മുടെ അൻവർ സാഹിബ്. മലപ്പുറത്ത് SP ആയിരുന്ന സുജിത്ദാസിന്റെ കഥയറിയാമല്ലോ. ആ പാവത്താൻ അൻവറിനെ ഒന്ന് വിളിച്ചതാ സംസാരിക്കാൻ ഫോണിലെ. അത് നാട്ടുകാർ മുഴുവൻ പിന്നീട് കേട്ട കഥ ആര്യാടൻ ഷൗക്കത്തും VD സതീശനും മുഹമ്മദ് റിയാസും ഒന്നും മറക്കണ്ട.